യു ഗെസ് വെച്ചിങ്ങനെ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടു. സോ അതിൻ്റെ റിവ്യൂ ആണ്. എങ്ങനെയുണ്ട് പടം എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി പടം, ഭയങ്കര കിടിലൻ പടം. ഒരു ലൈഫ് ഞാൻ കണ്ട പോലെ, ഭയങ്കരമായിട്ട് എനിക്കൊരു ലൈഫ് കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഒരു പടം തിയേറ്ററിൽ കിടിലനായിട്ട് ഓടുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഓടുന്നു. കാരണം ഇതിൽ കിടിലനായിട്ടൊരു കോമഡി സീൻസോ ഒരു വയലൻസോ അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും ഇതിൽ നമുക്ക് കാണാത്തതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഓടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ പക്ക ഒരു റിയൽ ലൈഫാണ്. അതായത് ഒരാളുടെ ഒരു വേഴ്സ്റ്റായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കാണിച്ചു തരാണ്. അത്രയും അയാൾ ബുദ്ധിമുട്ടി, അത്രയും അയാൾ അനുഭവിച്ച് നശിച്ച് പണ്ടാറടങ്ങി അങ്ങനത്തെ ഒരു ലൈഫ് നമുക്ക് കാണിച്ചിരുന്ന ഒരു പടം ആയതുകൊണ്ട് തന്നെ ഇതങ്ങനെ തിയേറ്ററിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്നോ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഈ ഒരു പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മോശമായിട്ടുള്ള പാരൻറ്റിങ്ങിലൂടെ പോകുന്ന രണ്ട് പേരുണ്ട്. അത്രയും ബാഡ് പാരൻറ്റിങ്ങിലൂടെ, അത്രയും നശിച്ച പാരൻറ്റിങ്ങിലൂടെ പോകുന്ന രണ്ട് പേര്. അപ്പോൾ ഇവർ രണ്ടാളും ഇവരുടെ വീട് അതായത് മടുത്തു പോവും. അങ്ങനെ ഭയങ്കര ബാഡായിട്ടാണ് ഇവർക്ക് മുന്നോട്ട് പോകുന്നത്. ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു പാരൻസിൻ്റെ അടുത്തുനിന്ന് ഇവർ രക്ഷപ്പെടുകയാണ്. ഇവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ട്, അതായത് പൂട്ടിയിടുക, എന്തെങ്കിലും സീൻ ഉണ്ടായാൽ അങ്ങോട്ട് പൂട്ടിയിടുക തന്നെ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവർ പുറമേക്ക് നാട് വിടുകയാണ്. അപ്പോൾ ഈ നാട് വിടുന്ന ടൈമിൽ തന്നെ ഈ രണ്ടാളെ ക്യാരക്ടർ ചെറിയൊരു മാറ്റം വരികയാണ്. ഒരാൾ ഭയങ്കരമായിട്ട് വയലൻ്റായിട്ടും മറ്റേയാൾ അത്ര വയലൻസ് ഒന്നുമില്ല, ഒരു സാധാ പോലെ. അയാൾ എന്ത് പണ്ടാരടങ്ങിയാൽ പോലും ഇയാളൊരു ചിരിയാണ്. ഓക്കെ, അത് ആസിഫ് അലിയാണ്. മറ്റേത് അർജുൻ അശോകം. ലൈഫിൻ്റെ ഒരു സമയത്ത് ഇവർ രണ്ടാൾ സ്പ്ലിറ്റായി പോവുകയാണ്. അങ്ങനെ സ്പ്ലിറ്റ് ആകുമ്പോൾ മറ്റൊരാൾക്ക് വേറൊരു ലൈഫും ഇയാൾക്ക് വേറൊരു ലൈഫും, അങ്ങനെ രണ്ട് ലൈഫിലൂടെ മുന്നോട്ട് പോകുന്നു. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആസിഫ് അലിനെയാണ്. ആസിഫ് അലി നല്ല അഭിനയമായിരുന്നു, അടിപൊളി അഭിനയം. എനിക്കൊരിക്കലും ആസിഫ് അലി ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് ആ ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. ഹരിന്നോ അങ്ങനെ എന്തോ ആണ് ക്യാരക്ടറുടെ പേര്. ആ ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഇന്ദ്രജിത്തിനെ കിട്ടുകയാണ്. ആളുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ക്യാരക്ടറിൻ്റെ ആളും അടിപൊളിയാണ്, ഒറ്റക്കണ്ണനാണ്, അയാൾക്കൊരു ലൈഫുണ്ട്. ഈ എല്ലാവരുടെ ലൈഫ് കാണിക്കുമ്പോഴും ഭയങ്കര വേഴ്സ്റ്റായിട്ടുള്ള ലൈഫാണ്. അതായത് എല്ലാവർക്കും ഭയങ്കര മോശമായിട്ട്, ഭയങ്കര അലമ്പായിട്ടുള്ള ഒരു ലൈഫാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എൻജോയ് ചെയ്യാനുള്ള പാർട്ടൊന്നുമല്ല. നമുക്കിങ്ങനെ പാവം തോന്നും ഇവരുടെ ലൈഫ് കണ്ടിട്ട്. അത്രയും ഭയങ്കര മോശമായിട്ടുള്ള ലൈഫ്. സ്റ്റാർട്ടിങ് മുതലേ അങ്ങനെ കേട്ടോ മുന്നോട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈഫിലൊരു സ്ഥലത്ത് എത്തുന്നു, പിന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് വരുന്നു, അവിടെ എൻഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നല്ലൊരു പടം, നല്ലൊരു സ്റ്റോറി കാണിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ലൈഫ് ഞാൻ കണ്ട മാതിരി ഒരാളുടെ അത്രയും. അതായത് എല്ലാവരും നല്ല അഭിനയം, അതാണ് ഇതിൻ്റെ രസം. റസൂൽ പൂക്കുറ്റി ആണെങ്കിൽ ഭയങ്കര അടിപൊളി, നല്ലൊരു ഡയറക്ടറാണ് അയാൾ. അയാൾക്ക് ഇനിയും ഭാവിയുണ്ട്, ഇങ്ങനത്തെ പടങ്ങൾ എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു ഡയറക്ഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങളത് കാണണമെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങളത് കാണണമെന്നേ പറയുള്ളൂ. കാരണം ഇങ്ങനൊരു പാരൻറ്റിങ് നമ്മൾ ഒരിക്കലും പാടില്ല എന്നാണ് ഇവർ കാണിക്കുന്നത്. ഇവർ വളരെ മോശമായിട്ടുള്ള പാരൻറ്റിങ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ നാട് വിടുന്നത്. പല വീഡിയോസിലും പല ന്യൂസിലൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരു ചെക്കങ്ങനെ നാട് വിട്ടുവെന്നോ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് നാട് വിട്ടു എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ വീട്ടിലിങ്ങനെയും ഭയങ്കര ഡാർക്ക് അടിച്ചിട്ടുള്ള വീട്ടുകാരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ചിലർ നാട് വിടും, ചിലർ സൂയിസൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സീന് നമുക്ക് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നി. ഈ ഒരു ഇതിൽ കാണുമ്പോൾ അയ്യോ ഇതെന്ത് പാരൻറ്റിങ്ങാണ് അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നി. നമ്മളവിടെ ഉണ്ടാകുന്ന സംഭവമാണ് ഒന്നുമില്ല. ഒരു കോളേജിൽ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടമാണെന്ന് വീട്ടിൽ പറയാൻ പറ്റുമോ? ഇല്ല. തച്ചടിക്കും, ചിലപ്പോൾ അടിച്ച് മാട്ടലെടുത്ത് രണ്ടെണ്ണം തരും. ചിലപ്പോൾ വീട്ടിൽ പൂട്ടിയിടും. അതന്നെ ആ ഒരു വൃത്തികെട്ട പാരൻറ്റിങ് സ്റ്റൈൽ നമ്മൾ മാറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫ്രണ്ട്ലി ആവണം. ഇപ്പോൾ മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ് സംഭവം എന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുക. ഇതിൽ എന്താ സംഭവം എന്നൊന്നും അറിയുന്നില്ല, അങ്ങോട്ട് കൂട്ടിയിട്ട് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ. ഇയാൾക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ ഒരു സ്വന്തം മോനെ ഒരു ഹാപ്പിയാണോ, ഇപ്പോൾ നിങ്ങളെ അച്ഛൻ ചോദിക്കുക നിങ്ങൾ ഓക്കെ ആണോ, അപ്പോൾ നമ്മൾ എത്ര സന്തോഷമായിരിക്കും എന്നറിയോ? സത്യമായിട്ടും എന്നോടിപ്പോൾ എൻ്റെ അച്ഛൻ ചോദിക്കുക എങ്ങനെയുണ്ടാ നിൻ്റെ ലൈഫ്, നീ ഓക്കെ ആണോ? അല്ല അമ്മ ചോദിക്കുക എങ്ങനെയുണ്ടാ, ഇപ്പം നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ, നിൻ്റെ യൂട്യൂബൊക്കെ എങ്ങനെയുണ്ടാ, നീ മുന്നോട്ട് പോവുമോ, നീ എവിടെയെങ്കിലും എത്തുമോ എന്നോട് എൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു ചോദ്യം മതി, എനിക്ക് എത്ര സന്തോഷമാണെന്ന് പറയും. ഇതിൽ പറയുന്നൊരു സീനുണ്ട്, ജസ്റ്റ് ഒരു കിസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഹഗ്ഗെങ്കിലും തരാമെന്നുള്ള ആ ഒരു രീതിയിൽ ആസിഫ് അലിൻ്റെ ക്യാരക്ടർ പറയുന്നൊരു സീനുണ്ട്. അത് കാണുമ്പോഴല്ലോ എനിക്കിങ്ങനെ ഭയങ്കര സങ്കടമായി പോകും. ഞാൻ അങ്ങനെ ആലോചിക്കും, പലരുടെ അച്ഛന്മാരും അമ്മമാരൊക്കെ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് കണ്ട് നിൽക്കുക ചെയ്യുക, ഇവർ ആ ഒരു ഇത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിന് പകരം നിങ്ങൾ ആ ഒരു കുട്ടീനെ ഒന്ന് കെട്ടിപ്പിടിച്ചോളൂ, ഒരു ഉമ്മ കൊടുത്തോളൂ, ഭയങ്കര സന്തോഷമായിരിക്കും. അത് ചിലപ്പോൾ ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനത്തെ ഒരു പാരൻറ്റിങ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. എങ്ങനെ നല്ലൊരു പാരൻറ്റിങ് ആവാം എന്നതിൽ പറയുന്നില്ല,
എങ്ങനെ മോശമായിട്ടുള്ള പാരൻറ്റിങ് ആവരുത് എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് ഈ പടം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണേണ്ട പടമാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കാണേണ്ട പടമാണ്. പക്ഷെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഭയങ്കര കിട്ടില്ല എക്സ്പീരിയൻസ് ഒന്നും കിട്ടിക്കോളണമെന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ പെട്ടിങ്. നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ സബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.